ഗലാത്യ ലേഖനം നാം വായിക്കുമ്പോൾ കാണുന്നത് 4-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ, കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനായ യേശുവിനെ സ്ത്രീയുടെ സന്തതിയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിന് കീഴിലുള്ളവനായി തന്നെ നിയോഗിച്ചയച്ചത് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിനെന്ന് ഗലാത്യ ലേഖനത്തിൽ നാം കാണുന്നു. കാലസമ്പൂർണത എന്ന വാക്കിൽ അതാണ് ഇന്നത്തെ എൻ്റെ ചിന്താവിഷയം. ഒരു കാലസമ്പൂർണത എന്ന് പറയുമ്പോൾ നാം മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം വായിക്കുമ്പോൾ, അബ്രാഹാം മുതൽ ദാവീദ് വരെ 14, ദാവീദ് മുതൽ ബാബേൽ പ്രവാസത്തോളം 14,